നമസ്കാരം. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ജി. കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ തട്ടിപ്പ് കേസിലെ പ്രതിയെ ഓർത്തഡോക്സ് സഭയുടെ കാത്തോലിക്ക ബാവ എന്ന ലേബലിൽ അവതരിപ്പിച്ചതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ബി.ജെ.പിയിൽ തുടരുകയാണ്. ഓർത്തഡോക്സ് സഭയ്ക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് വിൽപ്പന നടത്തിയ കേസിൽ അറസ്റ്റിലായ കൊല്ലം കടപ്പാക്കട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം താമസിക്കുന്ന ജെയിംസ് ജോർജിനെ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ യാക്കോബായ പ്രഥമൻ കാത്തോലിക്ക ബാവ എന്ന പേരിൽ അവതരിപ്പിച്ചത് സഭാവിശ്വാസികളിൽ അമർഷത്തിന് ഇടയാക്കി എന്ന നിലപാടിലാണ് ജില്ലാ ഘടകത്തിലെ ഒരു വിഭാഗം. യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള തർക്കത്തിൽ CPM യാക്കോബായ വിഭാഗത്തിനൊപ്പം നിന്നപ്പോൾ BJP ഓർത്തഡോക്സ് വിഭാഗത്തിനൊപ്പമായിരുന്നു. പിന്നാലെ കേന്ദ്ര നേതാക്കളും ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ദേവലോകത്തെ ആസ്ഥാനത്ത് എത്തി കാത്തോലിക്ക ബാവയുമായും മറ്റ് മെത്രാന്മാരുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. സഭാതർക്ക വിഷയത്തിൽ തങ്ങൾക്കൊപ്പം നിന്ന BJPയെ പിന്തുണച്ച് ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. പിന്നാലെ ചില വൈദികരും യുവാക്കളും BJPയിൽ അംഗത്വവുമെടുത്തു. എന്നാൽ ജെയിംസ് ജോർജിനെ അവരുടെ കാത്തോലിക്ക ബാവയായി അവതരിപ്പിച്ചതോടെ BJPയോട് അനുഭാവം പുലർത്തിയിരുന്നവർ പോലും വോട്ട് ചെയ്തില്ല എന്ന നിഗമനത്തിലാണ് ഒരു വിഭാഗം. വോട്ടെടുപ്പിന് ശേഷം നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. വിജയിക്കാനായില്ലെങ്കിലും വോട്ട് നില ഉയർത്താനാവുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. വിചാരിച്ചതുപോലെ ഓർത്തഡോക്സ് സഭാ വോട്ടുകൾ ലഭിച്ചില്ല. ഇതിന് കാരണം വ്യാജ കാത്തോലിക്കയെ അവതരിപ്പിച്ചതാണ് എന്ന് പറയപ്പെടുന്നു. തട്ടിപ്പുകാരനാണ് എന്നറിഞ്ഞിട്ടും ജെയിംസ് ജോർജിനെ പങ്കെടുപ്പിച്ചത് ചില നേതാക്കളുടെ അറിവോടുകൂടിയാണെന്നാണ് ആരോപണം. എന്നാൽ ആരും ക്ഷണിക്കാതെയാണ് ഇയാൾ കാത്തോലിക്ക ബാവയുടെ വേഷത്തിൽ എത്തിയത് എന്നാണ് ഇലക്ഷൻ കമ്മിറ്റിയുടെ ചുമതല വഹിച്ച നേതാക്കൾ പറയുന്നത്. ക്ഷണിക്കാതെ എത്തിയതാണെങ്കിൽ സ്ഥാനാർത്ഥിക്കൊപ്പം മുൻനിരയിൽ എങ്ങനെ ഇയാൾക്ക് അവസരം ലഭിച്ചു എന്ന ചോദ്യവും ഉയരുന്നു. ടൗണിൽ തന്നെയുള്ള നേതാക്കൾക്ക് ഇയാൾ തട്ടിപ്പുകാരനാണെന്നറിയാമായിരുന്നിട്ടും മുൻനിരയിൽ എത്തിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു. വാർത്തയും ഫോട്ടോകളും LDFും UDFും വ്യാപകമായി സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. ഇതും ക്രൈസ്തവ വോട്ടുകൾ നേടുന്നതിന് തടസ്സമായി. തട്ടിപ്പിലൂടെ ജെയിംസ് ജോർജ് സമ്പാദിച്ച സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് BJPക്കാർ വാഗ്ദാനം ചെയ്തതിനാലാണ് ഇയാളെ വേഷം കെട്ടിച്ച് ഇറക്കിയത് എന്നും പ്രചരണം നടക്കുന്നുണ്ട്. ഇത് മുന്നണിക്കും BJPക്കും വളരെ നാണക്കേടുണ്ടാക്കുകയും ചെയ്തു. BJPക്കാർ ക്ഷണിച്ച പ്രകാരമാണ് താൻ പരിപാടിയിൽ പങ്കെടുത്തത് എന്നാണ് ജെയിംസ് ജോർജ് പറയുന്നത്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി എന്ന പരാതിയിൽ 2015 കൊല്ലം ഈസ്റ്റ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളുടെ പേരിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇയാൾ നൽകിയിരുന്നു. ക്ലാസുകളൊന്നും നടത്താതെ തന്നെ ഇവരുടെ സ്വന്തം സ്ഥാപനത്തിൻ്റെ പേരിലുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകളും പ്രതികൾ വിൽപ്പന നടത്തി. തട്ടിപ്പിലൂടെ നേടിയ കള്ളപ്പണം വെളുപ്പിക്കാനായി വിവിധ ജില്ലകളിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതിൻ്റെ തെളിവ് ലഭിച്ചതോടെയാണ് ED ജെയിംസ് ജോർജിനും കൂട്ടർക്കുമെതിരെ കേസെടുത്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് ഇയാളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്.